നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ജീൻസിൻ്റെയൊക്കെ മുകളിലിടാൻ പറ്റുന്ന ആലിയ കട്ട് മോഡലിലുള്ള ഒരു ഷോർട്ട് ടോപ്പിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ്ങുമാണ് കാണിക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു അജ്രക്കിൻ്റെ മെറ്റീരിയലാണ്. 1.5 മീറ്റർ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. ഇതേപോലെ ആലിയ കട്ട് മോഡലിലുള്ള ഷോർട്ട് ടോപ്പുകൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരുപാട് കാണാറുണ്ട്. അപ്പോൾ എളുപ്പത്തിൽ എങ്ങനെ നമുക്കിത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ എടുത്തിരിക്കുന്ന മെറ്റീരിയലിന് 45 ഇഞ്ചാണ് വിഡ്ത്ത് ഉള്ളത്. അതുകൊണ്ട് യോക്ക് പാർട്ടാണ് ആദ്യമേ കട്ട് ചെയ്തെടുക്കേണ്ടത്. എനിക്കിവിടെ 13 ഇഞ്ചാണ് യോക്ക് ലെങ്ത് ആവശ്യം. അതിൻ്റെ കൂടെ 1 ഇഞ്ച് സീം അലവൻസ് ചേർത്ത് 14 ഇഞ്ചിൽ ഞാൻ ക്ലോത്തിൻ്റെ മുകളിൽ നിന്നും കട്ട് ചെയ്തെടുക്കുകയാണ്. ഇവിടെ ഞാൻ തുണിയെ രണ്ടായിട്ട് ഉള്ളിലേക്ക് മടക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് ഫോൾഡ് വശം. ആദ്യമേ തുണിയുടെ മുകളിൽ ലെവലിൽ കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം യോക്കിനാവശ്യമായ ലെങ്ത് കട്ട് ചെയ്തെടുക്കുക. ഇവിടെ എനിക്ക് ചെസ്റ്റ് സൈസ് 37 ആണ്. അതുകൊണ്ട് 45 ഇഞ്ച് വിഡ്ത്തുള്ള ക്ലോത്തിൽ നിന്നും 4ആയിട്ട് മടക്കിയെടുക്കുമ്പോൾ യോക്കിനുള്ള പാർട്ട് കിട്ടും. ചെസ്റ്റ് സൈസ് കൂടുതലാണെങ്കിൽ 2 പീസ് സെപ്പറേറ്റ് കട്ട് ചെയ്തെടുക്കണം. ഇവിടെ എനിക്ക് 4ആയിട്ട് മടക്കിയെടുത്താൽ ഫ്രണ്ടിനും ബാക്കിനും ഉള്ള പീസ് ഇവിടെ നിന്നും കിട്ടുന്നതാണ്. ഇവിടെ യോക്കിന് ആവശ്യമായ ലെങ്തിൽ 14 ഇഞ്ച് ലെങ്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് തുണി. അത് 4ആയിട്ട് മടക്കിയിടുക. തുണിയെ ഞാൻ 4ആയിട്ട് മടക്കിയെടുത്തിട്ടുണ്ട്. ഇവിടെ 4ആയിട്ട് മടക്കിയെടുത്തതിന് ശേഷം എനിക്കിവിടെ 11.25 വിഡ്ത്ത് കിട്ടുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യണം. അതേപോലെ ആം ഹോള്. ഷോൾഡർ എനിക്കിവിടെ 8 ഇഞ്ചാണ്. ഷോൾഡർ 8 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് ചെയ്യുന്നു. അതിനുശേഷം ആം ഹോൾ ഞാനിവിടെ 7.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. കാരണം ഞാനിതൊരു സ്ലീവ്ലെസ് ടോപ്പായിട്ടാണ് തയ്ച്ചെടുക്കുന്നത്. ഇങ്ങോട്ടേക്ക് ചെസ്റ്റ് ലൈനും കൂടെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ചെസ്റ്റ് മെഷർമെൻറ്റ് മാർക്ക് ചെയ്യണം. എനിക്കിവിടെ 9.25 ചെസ്റ്റ് മെഷർമെൻറ്റ്. ഞാനിവിടെ ഒരു 4 ഇഞ്ച് ലൂസിങ് കൂടെ കൊടുത്ത് 9.5 ഇഞ്ചിൽ ചെസ്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആം ഹോൾ വരച്ചെടുക്കണം. ഞാനിവിടെ ആം ഹോൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇത് ബാക്ക് ആം ഹോളാണ്. ഇനിയും ഫ്രണ്ട് ആം ഹോൾ 1/2 ഇഞ്ച് ഉള്ളിലേക്ക് കുഴിച്ച് മാർക്ക് ചെയ്യണം. അതിനുശേഷം വേസ്റ്റ് മെഷർമെൻറ്റ് മാർക്ക് ചെയ്യുക. എനിക്കിവിടെ 8 ഇഞ്ചാണ് വേസ്റ്റിൻ്റെ മെഷർമെൻറ്റ് വരുന്നത്, ലൂസിങ് ഉൾപ്പെടെ. ഇവിടെ 1.5 ഇഞ്ച് സീം അലവൻസ് കൊടുക്കുക. അതേപോലെ ഇവിടെയും സീം അലവൻസ് കൊടുത്ത് ഇത് രണ്ടും കൂടെ യോജിപ്പിച്ചെടുക്കുക. ചെസ്റ്റും വേസ്റ്റും കൂടെ ജോയിൻ ചെയ്തെടുത്തു. അതിനുശേഷം ഇവിടെ മുകളിലേക്ക് ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് ഇവിടെ നിന്നും ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കുക. ഇനിയും നെക്ക് മാർക്ക് ചെയ്യണം. ഇവിടെ നെക്ക് വിഡ്ത്ത് 4 ഇഞ്ചാണ് എടുക്കുന്നത്. ബാക്ക് നെക്ക് ഞാൻ 2.5 ഇഞ്ചാണ്. ബാക്ക് നെക്ക് 2.5 ഇഞ്ച് കൊടുത്ത് മാർക്ക് ചെയ്തെടുത്തു. ഫ്രണ്ട് നെക്ക് ക്യാൻവാസിലാണ് ചെയ്യുന്നത്. ബാക്ക് പാർട്ടിൻ്റെ മാർക്കിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയും ഫ്രണ്ട് പാർട്ടിൻ്റെ മാർക്കിങ് കൂടെ ചെയ്തെടുക്കാം. ഫ്രണ്ട് പാർട്ടിൽ ഈ ഫോൾഡ് ചെയ്തിരിക്കുന്ന വശത്ത് നിന്നും 3.5 ഇഞ്ച് മുകളിലേക്ക് ഒരു മാർക്കിങ് കൊടുക്കുക. ഇവിടെ നിന്നും വേസ്റ്റിൻ്റെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്തിരിക്കുന്ന പോയിന്റിലേക്ക് ഇതേപോലെ ഒരു കർവ് ഷേപ്പിൽ മാർക്ക് ചെയ്തെടുക്കണം. മാർക്കിംഗ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ആദ്യമേ ബാക്ക് പാർട്ടിനുള്ളത് കട്ട് ചെയ്ത് മാറ്റുക. അതിനുശേഷം ഫ്രണ്ട് പാർട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം ഇവിടെ കട്ട് ചെയ്തെടുക്കാൻ. ഇവിടെ ഞാൻ 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് മാർക്ക് ചെയ്യാൻ വിട്ടുപോയിരുന്നു. അതുകൂടെ മാർക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം ബാക്ക് പാർട്ട് കട്ട് ചെയ്ത് മാറ്റുക. ഫ്രണ്ട് പാർട്ട് സെപ്പറേറ്റ് ചെയ്തെടുത്തു. അതിനുശേഷം ഇവിടെയും കട്ട് ചെയ്യുക. അതേപോലെ ആം ഹോളും കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് സ്കേർട്ട് പാർട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. യോക്കിന് ടോട്ടൽ എത്രയാണോ ലെങ്ത് ആവശ്യം അതിൽ നിന്നും യോക്കിൻ്റെ ലെങ്ത് മൈനസ് ചെയ്തതിന് ശേഷം ബാലൻസ് വരുന്നതാണ് സ്കേർട്ടിനായിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടത്. എനിക്കിവിടെ ബാക്ക് പാർട്ടിൽ തയ്യൽ തുമ്പ് ഉൾപ്പെടെ സ്കേർട്ടിന് ആവശ്യം 9 ഇഞ്ചാണ്. ഇതൊരു ക്രോപ്പ് ടോപ്പായിട്ടാണ് ചെയ്യുന്നത്. മുകളിൽ നിന്നും 9 ഇഞ്ച്, ഇത് 4ആയിട്ട് മടക്കിയിട്ടിരിക്കുന്ന ക്ലോത്താണ്. മുകളിൽ നിന്ന് ഞാൻ 9 ഇഞ്ചിൽ മാർക്ക് ചെയ്തെടുക്കുക. ഇത് ബാക്ക് പാർട്ടിനുള്ളതാണ്. ഇത് കട്ട് ചെയ്ത് മാറ്റണം. വിട്ട്
ക്ലോത്തിൻ്റെ ഫുൾ വിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഫ്രില്ല് കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ വിട്ട് കുറച്ചെടുക്കാം. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബാക്ക് പാർട്ടാണിത്. ഇവിടെ ഞാൻ നെക്ക് കട്ട് ചെയ്തിട്ടില്ല. ഇതാണ് സ്കേർട്ട് പാർട്ട്. ഇത് ഇവിടെ ചെറിയ ഫ്രില്ലിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനുശേഷം ഫ്രണ്ട് പാർട്ടിലുള്ള സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതിന് എത്രയാണോ നമ്മൾ ബാക്ക് പാർട്ടിൽ ലെങ്ത് എടുത്തത് അതിൽ നിന്നും ഇവിടെ ഫ്രണ്ട് പാർട്ടിൽ മുകളിലേക്ക് കർവ് ചെയ്ത് നമ്മൾ 3.5 ഇഞ്ച് മുകളിലേക്ക് കയറ്റി മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൂടെ ഈ ക്ലോത്തിൽ എക്സ്ട്രാ എടുക്കണം. അതായത് ഞാൻ ബാക്ക് പാർട്ടിൽ 9 ഇഞ്ചാണ് എടുത്തത്. 9ൻ്റെ കൂടെ 3.5 ഇഞ്ചും കൂടെ പ്ലസ് ചെയ്ത് 12.5 ഇഞ്ച് കിട്ടും. 12.5 ഇഞ്ച് ഇറക്കമുള്ള ക്ലോത്താണ് ഫ്രണ്ട് പാർട്ടിലേക്ക് എടുത്തിട്ടുള്ളത്. ഫ്രണ്ട് പാർട്ടിലേക്ക് ആവശ്യമുള്ള ക്ലോത്തിനെ ഞാൻ 2ആയിട്ടാണ് മടക്കിയിട്ടിരിക്കുന്നത്. ഇവിടെയാണ് ഫോൾഡ് വശം വരുന്നത്. ഇവിടെ ഈ ഓപ്പൺ വശത്ത് മുകളിൽ നിന്ന് 3.5 ഇഞ്ച് താഴോട്ട് മാർക്ക് ചെയ്യണം. ഇവിടെ താഴോട്ട് 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത ഈ പോയിൻ്റ് ഇവിടെ ഫോൾഡ് ചെയ്തിരിക്കുന്ന ഈ പോയിൻറ്റുമായിട്ട് ചരിച്ച് മാർക്ക് ചെയ്തെടുക്കണം. ഇതേപോലെ സ്കെയിൽ വെച്ച് ഈ ഫോൾഡ് ചെയ്ത വശത്ത് നിന്നും ഈ 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത വശത്തേക്ക് വരച്ചെടുക്കുക. അതിനുശേഷം ഈ മാർക്കിങ്ങിൽ കൂടെ ഇത് കട്ട് ചെയ്തെടുക്കണം. ഫ്രണ്ട് യോക്ക് ഇതേപോലെ വരും. ഇവിടെ സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്തെടുത്തത് ഇവിടെ നമ്മൾ ചെറിയ ഫ്രില്ലുകളിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കും. ഇനി നമുക്ക് ആദ്യമേ ഫ്രണ്ട് പാർട്ടിൽ നെക്ക് ഫിനിഷ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു നെക്ക് കട്ട് ചെയ്ത് ക്യാൻവാസിൽ കട്ട് ചെയ്തിട്ട് ഒരു പീസ് ക്ലോത്തിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ നെക്കിന് വിഡ്ത്തായിട്ട് എടുത്തിരിക്കുന്നത് 8 ഇഞ്ചാണ്. താഴോട്ട് ഇറക്കം 8 ഇഞ്ച് തന്നെ എടുത്തിട്ടുണ്ട്. ഒരു വി ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഫ്രണ്ട് പാർട്ടിൽ നെക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്ത് ഉള്ളിലുള്ള ക്ലോത്ത് കട്ട് ചെയ്ത് ചിത്രവശത്തേക്ക് തിരിച്ചെടുക്കുക. ഫ്രണ്ട് നെക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ ബാക്ക് പാർട്ടിലെയും നെക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ക്രോസ് പീസ് ഉപയോഗിച്ച് ഫിനിഷ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്കേർട്ട് പാർട്ടിൻ്റെ ഒരു സൈഡ് ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനുശേഷം യോക്ക് പാർട്ടും സ്കേർട്ട് പാർട്ടും കൂടെ ചെറിയ ഫ്രില്ലിട്ട് അറ്റാച്ച് ചെയ്തെടുക്കുക. ഇവിടെ സ്കേർട്ട് പാർട്ടിൽ ചെറിയ ഫ്രില്ലുകൾ ഇട്ടതിന് ശേഷം നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഞാനിവിടെ ഫ്രില്ലിടുന്നതിനായിട്ട് സ്കേർട്ട് പാർട്ടിൽ ലോങ് സ്റ്റിച്ചാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഈ നൂലിങ്ങനെ വലിച്ച് ചെറിയ ഫ്രില്ല് ആക്കിയെടുക്കാം. ഫ്രണ്ട് പാർട്ടിലും അതേപോലെ ബാക്ക് പാർട്ടിലും ഫ്രില്ലിട്ടെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്തെടുക്കുക. ആം ഹോള് ക്രോസ് പീസ് വെച്ച് ഫിനിഷ് ചെയ്യുക. സ്ലീവ്ലെസ് ആണ് ചെയ്യുന്നത്. ആം ഹോളും ഫിനിഷ് ചെയ്തെടുത്തു. അതിനുശേഷം മെഷർമെൻറ്റിനനുസരിച്ച് 2 സൈഡും സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്യുക. തയ്ച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. ജീൻസിൻ്റെയൊക്കെ ഇപ്പോൾ ഇടാൻ പറ്റുന്ന ഒരു ക്രോപ്പ് ടോപ്പാണിത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഒന്ന് ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.